ഏട്ടാ, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇതുവരെ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോഴൊക്കെ ആൽബം കയ്യിൽ വെച്ചോണ്ട് ഒരേ ഇരിപ്പാ. അർച്ചനയും ഗോകുലും അന്ന് എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രൂപത്തിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ ഉടനീളം ഒരുമിച്ചുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണെന്ന് രാജീവിന് എന്നെ അറിയാവുന്നതല്ലേ. ഗോകുലിനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സച്ചേട്ടനപ്പുറം ഒരു ലോകം എനിക്കില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവന്തികയോടുള്ള എല്ലാ കണക്കുകളും തീർത്ത് അവളെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കണം. എങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ സച്ചേട്ടനും കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. നാളെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ഞാൻ ഈ ഫയൽ കൈമാറും. മനുഷ്യക്കടത്തടക്കമുള്ള ബിസിനസ്സുകൾ ഈ വൻ റാക്കിന്റെ പിന്നിലുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അവന്തികയ്ക്ക് ബിസിനസ് ബന്ധമുള്ള മുംബൈയിലെയും ദുബായിലെയും ചില കമ്പനികൾ നേരത്തെ ഇതുപോലെ പല കാരണങ്ങൾക്കും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ ബിസിനസ്സുകളൊന്നും നിയമാനുസൃതമാണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാത്തിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കണം. ചെയ്ത കുറ്റകൃത്യങ്ങളുടെ എല്ലാ ശിക്ഷ അവൾ അനുഭവിച്ചേ മതിയാവും. ഈ വീഴ്ചയിൽ നിന്ന് അവൾ ഒരിക്കലും കരകയറില്ല. ഈ പോരാട്ടത്തിന്റെ അന്ത്യം കാണുന്നവരെ ഞാൻ രാജീവിനൊപ്പം തന്നെ ഉണ്ടാവും. എന്റെ മോളെ, നീ ഇപ്പൊ എവിടെയാ? അമ്മയ്ക്ക് എപ്പോഴും നിന്നെ ഒന്ന് കാണാൻ പറ്റുന്നത്. അമ്മയുടെ നെഞ്ചി പൊട്ടുക മോളെ. കാണിക്കുന്നേ എന്തിനിതൊക്കെ എടുത്ത് നോക്കുന്നേ? അമ്മേ, അർച്ചന എടുത്തിട്ട് ഫോട്ടോ നോക്കി ഇങ്ങനെ വെറുതെ കരയാന്നല്ലാണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഓരോ തവണ കാണും തോറും അമ്മയുടെ ദുഃഖം കൂടുതലേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഞാനിത് അകത്തുകൊണ്ട് വെക്കാം. പറയാൻ എളുപ്പാ മോളെ, പക്ഷെ പെറ്റ വയറിന്റെ നോവ് മറക്കാൻ പറ്റുന്നതല്ല. അമ്മേ, അർച്ചന എടുത്ത് ഇവിടെ ആർക്കും മറക്കാൻ പറ്റത്തില്ല. അർച്ചനടുത്തിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നത് തന്നെ വലിയ വേദനയോടെയാ. പക്ഷേ എപ്പോഴും വേദനിച്ചുകൊണ്ട് മാത്രം ഇരുന്നാ പോരല്ലോ. മുന്നോട്ട് നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. അർച്ചനടുത്തിയുടെ നഷ്ടം നികത്താൻ നമുക്ക് ഈ ജന്മത്ത് സാധിക്കില്ല. പക്ഷെ വിധി തീരുമാനിക്കുന്നതല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. മോളെ, പൊടിയും മാറാലയൊക്കെ പിടിച്ചു കിടന്നാലും ചിലതൊക്കെ സ്വയം തെളിഞ്ഞു വരും. വിധി നമ്മളിൽ അകറ്റി മാറ്റിയതൊക്കെ വിധി തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെ അമ്മ ഒന്ന് തുടച്ച് മാറ്റിയെടുത്തതാ. ഇനി ഇതൊന്നും ആർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല മോളെ. അമ്മയ്ക്കിത് എന്താ പറ്റിയേ? സംസാരിക്കുന്നതൊക്കെ പരസ്പരം ബന്ധമില്ലാത്തതുപോലെ. ഇത്രയും കാലം നമ്മൾ അർച്ചനടുത്ത് ഇല്ലാതായി പോയ വേദനയോടെ തന്നെയല്ലേ ജീവിച്ചത്? ഇനി അങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റൂ.
എന്താ എന്ത് ഇത് പറ്റി? കണ്ടില്ലേ ഏട്ടാ? ഞാൻ നോക്കുമ്പോ അമ്മ ഈ ആൽബം എടുത്ത് ഇവിടെ ഇരുന്ന് കരയുവാ. ഏട്ടാ, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇതുവരെ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോഴൊക്കെ ആൽബവും കയ്യിൽ വെച്ചോണ്ട് ഒരേ ഇരിപ്പാ. പരസ്പര ബന്ധമില്ലാത്തത് പോലെയൊക്കെയാ സംസാരിക്കുന്നത്. അമ്മയുടെ സംസാരം കേട്ടാ അർച്ചനടുത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നും. ഏട്ടാ, നമുക്ക് അമ്മ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചാലോ? ആ നോക്കാം. എന്തായാലും അമ്മയെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബാക്കി വേണ്ടി ഞാൻ ചെയ്തോളാം. എന്റെ ദൈവമേ, കണ്ണടയുമ്പോ എന്റെ മോളെ ഒന്ന് കാണാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് തരണേ.